ഇന്നലെയാണ് BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകരെ ഇന്ന് ചോദ്യം ചെയ്യും എന്നാണ് ഏറ്റവും പുതിയ വിവരം. സഹപാഠികളുടെ മൊഴിയെടുക്കും. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും സമഗ്രമായ അന്വേഷണവും ആവശ്യപ്പെട്ട് SFI ഇന്ന് ദന്തൽ കോളേജ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നമുക്കറിയാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാനത്തെ മന്ത്രിമാർ അടക്കം നിതിൻ്റെ വീട്ടിലെത്തി ഇവരെ ആശ്വസിപ്പിച്ചിരുന്നു. നിതിനെടുത്ത ലോണുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പ് വഴിയാണ് ലോൺ എടുത്തത്. കോടതിയിലെ അധ്യാപികയ്ക്ക് നിരന്തരം കോൾ വന്നിരുന്നു. ഇതിൽ അധ്യാപിക പോലീസിൽ പരാതി നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഈ വശവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അധ്യാപിക എന്തുകൊണ്ട് വീട്ടിൽ അറിയിച്ചില്ല ഈ വിഷയം എന്നുള്ള ആക്ഷേപമാണ് വീട്ടുകാരും ബന്ധുക്കളും മറ്റും ഉന്നയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരുടെയും പേരുകൾ വിവരങ്ങൾ ചേർത്തുകൊണ്ടാണ് FIR പ്രതിപട്ടികയിൽ പേരുകൾ ചേർത്തിട്ടുള്ളത്. നിലവിൽ അതിന്റെ വിശദമായിട്ടുള്ള ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം ഒക്കെ പോലീസ് നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഫാൾ ഇഞ്ചുറീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പോസ്റ്റ് ഓഫ് ഡെത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഈ കോളേജിലെ വിവിധങ്ങളായിട്ടുള്ള CCTV ക്യാമറകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കൂടുതലായിട്ട് പരിശോധനയ്ക്ക് നമുക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ സൂയിസൈഡ് എന്നുള്ള കാര്യത്തിൽ നിലവിൽ പോലീസിന് സംശയമൊന്നും തന്നെയില്ല. പല തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രഥമ ദൃഷ്ട്യാ ഇതിലൊരു വോയിസ് കോൺവെർസേഷൻസ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിൽ SC/ST പ്രിവെൻഷൻ അട്രോസിറ്റീസ് ആക്ട് പ്രകാരം നമ്മൾ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആയതിലേക്ക് കൂടുതലായി ആ ക്ലാസ്സിലുള്ള മറ്റ് വിദ്യാർത്ഥികൾ, മറ്റ് ഹോസ്റ്റലിൽ താമസിക്കുന്ന മറ്റ് റൂംമേറ്റ്സ്, ഹോസ്റ്റൽ മേറ്റ്സ് തുടങ്ങിയ ആൾക്കാരുടെ ഒക്കെ വിശദമായിട്ടുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആയത് രേഖപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്കതിൽ കൂടുതലായിട്ടുള്ള വ്യക്തത നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ നിലവിൽ ഇതിൽ SC/ST പ്രിവെൻഷൻ അട്രോസിറ്റീസ് ആക്ട് പ്രകാരം വകുപ്പ് നമ്മൾ ചേർക്കും. BV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ഇതിൻ്റെ നിരവധി വശങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി ഇന്നലെ രാത്രി പുറത്തുവന്ന വിവരം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അധ്യാപികയ്ക്ക് ഭീഷണി വന്നിരുന്നു. അവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്നുള്ളത്, നിതിനെ ഏതെങ്കിലും തരത്തിൽ മാനസിക സമ്മർദ്ദത്തിലാക്കിയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിലും ഈ അധ്യാപികമാർ എന്തുകൊണ്ട് വീട്ടിൽ ഈ വിവരം അറിയിച്ചില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അതാണല്ലോ ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിതിൻ രാജിൻ്റെ മരണമെന്ന് മാത്രം പറയാൻ കഴിയുന്നില്ല, ഒരു കൊലപാതകം. നമുക്കറിയാം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി രോഹിത് വെമുല മരിച്ചപ്പോൾ ഒരുപക്ഷെ അവരെക്കാൾ ഏറ്റവും അധികം സങ്കടപ്പെട്ട ജനവിഭാഗം മലയാളികളായിരുന്നു, കേരളത്തിലായിരുന്നു അതിൻ്റെ വലിയ പ്രതിഷേധങ്ങളൊക്കെ കണ്ടത്. അതേ നാട്ടിലാണ് ഇത്തരത്തിൽ അതിന് സമാനമായ ഒരു മരണം, ഒരു